മേലാർകോട് പഞ്ചായത്തിൽ സ്ഥാപിച്ച മിനി MCF നോക്കുകുത്തി. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം റോഡരികിൽ കുന്നുകൂടുന്നതായി പരാതി. നെന്മാറ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആലത്തൂർ പോകുന്ന പാതയിൽ സ്ഥാപിച്ച മിനി MCF ആണ് നാട്ടുകാർക്ക് ബാധ്യതയാവുന്നത്. മിനി MCFന് പുറത്ത് മാലിന്യം കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്നത് നാട്ടുകാർക്ക് ശല്യമായി മാറിയിരിക്കുകയാണ്. മേലാർകോട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം ശേഖരിച്ചുവെക്കാൻ സ്ഥാപിച്ചതാണിത്. വാർഡുകളിലെ മാലിന്യങ്ങളെല്ലാം ഒരിടത്ത് ശേഖരിക്കുന്നതിനായാണ് മിനി MCF സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നീട് ഇവ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ് പദ്ധതി. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മിനി MCF ഉപയോഗശൂന്യമായി കിടക്കുന്നതായാണ് പരാതി. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ MCFനരികിൽ കൂട്ടിയിടുന്നത് കണ്ട് നാട്ടുകാരിൽ ചിലരും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. പണം നൽകേണ്ടതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം നൽകാൻ ആളുകൾ മടിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വീടുകളിലെ മാലിന്യം കവറിലും ചാക്കിലും കെട്ടി ഇത്തരം MCFകൾക്ക് സമീപം നിക്ഷേപിച്ചിട്ട് പോകുന്നത്. ഇതുമൂലം സ്ഥലത്ത് തെരുവുനായ്ക്കളും കൊതുകും പ്രാണികളും പെരുകുന്ന സ്ഥിതിയാണുള്ളത്. മാലിന്യം നായ്ക്കൾ കടിച്ച് റോഡിലേക്കിടുന്നത് വാഹനയാത്രക്കാരെ വീഴ്ത്തുന്നു. മഴയെത്തിയാൽ ഇവ റോഡിലേക്കും കൃഷിയിടങ്ങളിലേക്കും മറ്റും എത്തുമെന്നിരിക്കെ മാലിന്യം കൃത്യമായി നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നടപടി വേണമെന്ന് വാർഡ് മെമ്പർ ഷൈജു ആവശ്യപ്പെട്ടു. മേലാർകോട് ഗ്രാമപഞ്ചായത്തിലെ മിനി MCFസിൽ വെക്കേണ്ട ചാക്കുകളും മറ്റും പുറത്ത് അലക്ഷ്യമായി വലിച്ചിട്ടത് കാരണം നായ്ക്കളും മറ്റും വലിച്ചിട്ട് റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ദുസ്സഹനമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി മിനി MCFലും സാധനങ്ങൾ വയ്ക്കാൻ ഹരിതകർമ്മ സേനയും പിന്നെ ഇതിനെ നിയന്ത്രിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ സാംക്രമിക രോഗങ്ങളും മറ്റും പിടിപെടാനും തെരുവ് നായ്ക്കൾ ഈ മാലിന്യം കടിച്ചു പറിച്ച് റോഡിലേക്ക് വലിച്ചെറിയുന്ന കാരണം ജനങ്ങൾക്കും പിന്നെ വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതുമാത്രമല്ല മേലാർകോട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശമായ കോട്ടയക്കുളം ഭാഗങ്ങളിൽ സൈഡിൽ ചാലിലും ഇതിലും പല വേസ്റ്റുകളും നിക്ഷേപിക്കുകയാണ്. ഇതെല്ലാം മാറ്റാനുള്ള നടപടി ഭരണസമിതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഈ മഴക്കാല രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന ഈ കാലഘട്ടത്തിൽ മേലാർകോട് പഞ്ചായത്തിൽ സാംക്രമിക രോഗങ്ങളിൽ നിന്നും മുക്തമാകാൻ കൃത്യമായി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ അതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങളുടെ സമരങ്ങളോ സമര വഴിയാണെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എരുമയൂർ കോട്ടേക്കുളം റോഡിലും മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയല്ലാത്തതിനാൽ ആളുകൾ റോഡിനിരുവശവും തോന്നുംപടി മാലിന്യ നിക്ഷേപം നടത്തുകയാണ്. ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട ദുരവസ്ഥയിലാണ്. UTV ന്യൂസ്, പാലക്കാട്.